ഡ്രോപ്പ്ഡ് ക്യാച്ചുകൾ അനവധി ഡിസ്കസ് ചെയ്യപ്പെട്ട IPL സീസണിൽ ഒരു ക്യാച്ച് ചർച്ചയായ ദിവസം അതായിരുന്നു ഇന്നലെ. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായ ഗുജറാത്ത് ബംഗളൂരു മത്സരം. അർഷദ് ഖാൻ എറിഞ്ഞ 8ാം ഓവറിലെ 4ാം പന്ത്. ഷോർട്ട് പിച്ച് ലെങ്ത്തിൽ വന്ന പന്തിനെ RCB നായകൻ രജത് പടിദാർ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് ഒരു പുൾ ഷോട്ടിലൂടെ അതിർത്തി കടത്താൻ ശ്രമം നടത്തുന്നു. താരത്തിന് കൃത്യമായി കണക്ട് ചെയ്യാനാവാതെ വന്നതോടെ ഒരു ക്യാച്ച് അവസരം മുന്നിൽ കണ്ട കഗീസോ റബാഡ പന്ത് ലക്ഷ്യം വെച്ച് പിന്നിലേക്ക് ഓടി. എന്നാൽ റബാഡ എത്തും മുമ്പ് ബൗണ്ടറി വരക്കരികിൽ ഓടിയെത്തിയ ജെയ്സൺ ഹോൾഡർ പന്തിനെ കയ്യിലെടുക്കുന്നു. അതുവരെ ശാന്തമായിരുന്ന മത്സരം അവിടെ മുതൽ അങ്ങോട്ട് ക്രോസ് വിസ്താരത്തിന്റെ വേദിയാവുകയാണ്. GT ഡഗൌട്ടിന് തൊട്ടു മുമ്പിൽ അരങ്ങേറിയ ക്യാച്ചിന് പിന്നാലെ ഗുജറാത്ത് കോച്ചിംഗ് സ്റ്റാഫ് അടക്കമുള്ളവർ വിക്കറ്റ് ആഘോഷം തുടങ്ങി. എന്നാൽ RCB ക്യാമ്പിലെ സ്ഥിതി മറ്റൊന്നായിരുന്നു. റബാഡയുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വയം സ്ലൈഡ് ചെയ്ത ഹോൾഡർ പന്തിന്മേൽ പൂർണ്ണമായും കൺട്രോൾ എടുക്കുന്നതിന് മുമ്പ് ബോൾ നിലത്ത് കുത്തിയെന്ന വാദവുമായി അവർ രംഗത്തെത്തി. അതോടെ സീനാകെ വഷളായി. വിരാട് കോഹ്ലിയും കൃണാൽ പാണ്ഡ്യയും പരിശീലകൻ ആൻഡി ഫ്ലവറും അടക്കമുള്ളവർ ഫോർത്ത് ഒഫീഷ്യൽ പറാശാൽ ജോഷിയുമായി ഏറെ നേരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ഓൺഫീൽഡ് അമ്പയർമാരായ അഡ്രിയാൻ ഹോൾസ്റ്റോക്ക്, KV അനന്തപത്മനാഭൻ എന്നിവരും തേർഡ് അമ്പയർ അഭിജിത്ത് ഭട്ടാചാര്യയും അത് ഔട്ടാണെന്നതിൽ ഉറച്ചു നിന്നു. TV റിപ്ലൈകൾ വീണ്ടും പരിശോധിച്ച ശേഷമായിരുന്നു ഇവരുടെ തീരുമാനം. പക്ഷേ അമ്പയറുടെ തീരുമാനത്തിൽ RCB താരങ്ങൾക്ക് പൂർണ്ണ അതിർത്തി മാത്രമായിരുന്നു. പന്ത് നിലത്ത് തൊട്ടുവെന്ന തങ്ങളുടെ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബാറ്റർക്ക് അനുകൂലമായാണ് അമ്പയർ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിയമം അനുശാസിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി അമ്പയർമാർ ഔട്ടും വിളിക്കാറുണ്ട്. എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? അതിലെ എന്ത് മാർഗനിർദ്ദേശമാണ് ഈ സാഹചര്യത്തിൽ അമ്പയർ ഔട്ട് വിളിക്കാൻ കാരണമായത്? നമുക്ക് പരിശോധിക്കാം. MCC ലോ 33.3 ക്രിക്കറ്റിലെ ക്യാച്ച് നിയമം. അതുപ്രകാരം ഫീൽഡറുടെ ദേഹത്ത് പന്ത് തൊടുന്നത് മുതൽ പന്തിന്മേലും സ്വന്തം മൂവ്മെന്റിലും ഫീൽഡർക്ക് കൺട്രോൾ ഉണ്ടാവുന്നതുവരെ ഒരു ക്യാച്ച് പൂർത്തിയാവില്ല. ഈ നിയമം ചൂണ്ടിക്കാട്ടിയാണ് ബംഗളൂരു തങ്ങളുടെ വാദമുയർത്തുന്നത്. ഹോൾഡറിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് കൺട്രോളിലല്ലായിരുന്നുവെന്നും അതിനിടയിലാണ് താരം പന്ത് നിലത്ത് കുത്തിയതെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ ഈ നിയമത്തിനപ്പുറം അമ്പയർമാർ ഇവിടെ പരിഗണിക്കെടുത്തത് ക്രിക്കറ്റ് നിയമത്തിലെ 33.2.2 എന്ന അനുച്ഛേദമാണ്. എ ക്യാച്ച് ഈസ് ഫെയർ ഇഫ് ദ ബോൾ ഈസ് ഹെൽഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫീൽഡർ ഈവൻ ദ ഹാൻഡ് ഹോൾഡിംഗ് ദ ബോൾ ഈസ് ടച്ചിങ് ദ ഗ്രൗണ്ട്. അതായത് പന്ത് പൂർണ്ണമായും ഫീൽഡറുടെ കൈയുടെ ഉള്ളിലാണെങ്കിൽ അതേ കൈ ഫീൽഡർ നിലത്ത് കുത്തിയാലും ക്യാച്ച് നിലനിൽക്കും. എന്നാൽ ഇവിടെ സ്ഥിതി മറ്റൊന്നാണ്. പലതവണ അമ്പയർമാർ പരിശോധിച്ച റീപ്ലേ ദൃശ്യങ്ങളിൽ ഒന്നിലും ഹോൾഡറുടെ കൈ പന്തിനെ പൂർണ്ണമായും കവർ ചെയ്യുന്നത് കാണാനാവുന്നില്ല. എന്നിട്ടും അമ്പയർ ഔട്ട് വിധിച്ചു. ഇതാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സംഭവത്തെപ്പറ്റി RCB താരം ഭുവനേശ്വർ കുമാർ പറയുന്നത് ഇങ്ങനെ: ആ ക്യാച്ച് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. കോഹ്ലിയോടും മറ്റുമൊക്കെ അമ്പയർ എന്താണ് പറഞ്ഞതെന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട ദൃശ്യങ്ങൾ വെച്ച് പന്ത് നിലത്ത് കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഔട്ടല്ലെന്നാണ് എൻ്റെ പക്ഷം. അമ്പയർമാർ ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, ഭൂവി പറഞ്ഞു. എൻ്റേതിനേക്കാളും വലിയ കൈകളാണ് ഹോൾഡറുടേത്. അയാൾക്ക് പന്തിനെ പൂർണ്ണമായും ചുറ്റിപ്പിടിക്കാനാവുന്ന വലിപ്പമുള്ള വിരലുകളുണ്ട്. ദൃശ്യങ്ങളിൽ വിരലുകൾക്കിടയിലൂടെ നിങ്ങൾക്ക് പന്തിനെ കാണുന്നുണ്ടെന്ന് കരുതി ബോൾ നിലത്ത് കുത്തിയെന്ന് വാദിക്കാനാവില്ല. ഒരുപക്ഷെ അയാളുടെ വിരലുകൾ പന്തിനെ ചുറ്റിപ്പിടിച്ച് കാണണം. ക്യാച്ചിനെ പറ്റിയുള്ള ചർച്ചയിൽ അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ സംഭവത്തെ പറ്റി മുൻ ഇന്ത്യൻ താരവും നിലവിലെ IPL എക്സ്പേർട്ടുമായ അഭിനവ് മുകുന്ദിന്റെ അഭിപ്രായം മറ്റൊന്നാണ്. പന്തിൽ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഹോൾഡർ എഴുന്നേൽക്കുമ്പോൾ നിലത്ത് ബോൾ കുത്തിയതെന്നാണ് മുകുന്ദ് ചോദിക്കുന്നത്. അത് അയാൾക്ക് സ്വന്തം മൂവ്മെന്റിലും പന്തിലുമുള്ള നിയന്ത്രണമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത്തരം 50-50 ചാൻസുകളിൽ പൊതുവിൽ ബാറ്റർക്ക് അനുകൂലമായല്ലേ അമ്പയർ തീരുമാനം എടുക്കാറുള്ളതെന്നും താരം ചോദിക്കുന്നുണ്ട്. എന്നാൽ അശ്വിൻ തന്റെ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കും പോലെ അമ്പയർക്ക് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് വെച്ച് ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ടെന്നും അത് അംഗീകരിക്കുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നും അഭിപ്രായമുള്ളവരുണ്ട്. ഇക്കാര്യത്തിൽ ന്യായം ആരുടെ പക്ഷത്താണ്? ഹോൾഡറുടെയോ അതോ പട്ടിദാറിൻ്റെയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.